നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിലെ രേവതിക്കുട്ടിയോട് ഗ്രേസമ്മ സത്യങ്ങൾ പറയാണ്. ഇനിയിപ്പോൾ പറയാതിരുന്നിട്ടും കാര്യമൊന്നുമില്ല. നിന്റെ അച്ഛനെ കാണാനായിട്ടാണ് അങ്ങോട്ടേക്ക് പോയെന്നൊക്കെ പറയാണ്. കാരണം രേവതിക്കുട്ടിക്ക് അത്യാവശ്യം ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. രേവതിക്കുട്ടിക്ക് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇഷ്ടമില്ലായിരുന്നു. പിന്നെ അവിടെ എന്തിനാ പോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഗ്രേസമ്മ പറയണേ, അത് നിനക്ക് ജന്മം തടിയെ നിന്റെ അച്ഛനാന്നൊക്കെ. രേവതിക്കുട്ടിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഒരിക്കലും അങ്ങോട്ടേക്ക് പോവേണ്ടിയിരുന്നില്ല എന്ന് രേവതിക്കുട്ടി ഗ്രേസമ്മയോട് പറയുന്നുണ്ടോ. ഒടുവിൽ ഗ്രേസമ്മ പറഞ്ഞു, നിന്റെ അച്ഛന് മരിക്കാനായിട്ട് കിടക്കുവാണ്, ഇന്നോ നാളെയോ. അപ്പം നിന്റെ അപ്പൂപ്പൻ്റെ ഒരാഗ്രഹമായിരുന്നു നിന്നെ ഒന്ന് കൊണ്ടേ കാണിക്കണമെന്ന്. കാരണം നിന്റെ അച്ഛൻ്റെ അവസാന ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിന്നെ കാണുക എന്നുള്ളതായിരുന്നു. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, എന്തിനാ എന്നെ കാണുന്നേ? എന്നെ വേണ്ടാന്ന് പറഞ്ഞല്ലേ? അല്ല അപ്പം എൻ്റെ അമ്മയോ ആ താഴെ കണ്ട സ്ത്രീയാണോ എൻ്റെ അമ്മയെന്ന് ചോദിച്ചു. അതല്ലാന്ന് പറയണം. നിന്റെ അമ്മ വേറെ സ്ത്രീയായിരുന്നു. നിന്റെ അമ്മയാണ് നിന്റെ അച്ഛൻ ആദ്യം കല്യാണം കഴിച്ചേ. പക്ഷേ എങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം അത്ര ശരിയായ ബന്ധമായിരുന്നില്ല. പിന്നീട് ബന്ധം വേർപിരിഞ്ഞു. നിന്റെ അമ്മ ആത്മഹത്യ ചെയ്തു. അപ്പം നിന്റെ അമ്മയുടെ അമ്മയ്ക്ക് നിന്നെ നോക്കാനായിട്ട് ത്രാണിയില്ലാതെ വന്നു കഴിഞ്ഞപ്പം ഓർഫനേജിൽ കൊണ്ടേ ആക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ രേവതിക്കുട്ടിയുടെ അമ്മയുടെ കഥകളൊക്കെ പറയാണ്. കാരണം ആ കാര്യങ്ങളൊക്കെ എല്ലാ കഥകളും കാര്യങ്ങളൊക്കെ രമേശൻ നായർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടിക്ക് വിഷമമായി. ഭാവം എൻ്റെ അമ്മ എത്രമാത്രം സങ്കടം അനുഭവിച്ച് കാണുമായിരിക്കും. എനിക്കിനി എൻ്റെ അമ്മയെ എൻ്റെ ജീവിതത്തിൽ ഒന്ന് കാണാൻ പോലും പറ്റില്ലല്ലോ. ഇത്രയും നാളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അലീന ചേച്ചിക്ക് അമ്മയുള്ള പോലെ തന്നെ എനിക്ക് എവിടെ ഒരു അമ്മ ഉണ്ടായിരിക്കുമെന്ന്, എനിക്ക് കാണാൻ പറ്റുമെന്ന്. ഇപ്പം എൻ്റെ ആ പ്രതീക്ഷയും പോയെന്ന് പറയണം. അപ്പോഴേക്കും ഗ്രേസമ്മ രേവതിക്കുട്ടിയെ ചേർത്ത് പിടിച്ചു. എന്തിനാ നീ വിഷമിക്കണേ? നിനക്കിതേ അമ്മയായിട്ട് ഞാനില്ലേ, നീ സങ്കടപ്പെടാതിരിക്കാൻ പറയണം. രേവതിക്കുട്ടി പറഞ്ഞു, എനിക്കത് മതി, എനിക്ക് വേറെ ആരും വേണ്ട, എനിക്ക് അങ്ങോട്ടേക്ക് പോവേണ്ടിയിരുന്നില്ലായിരുന്നു. എന്തിനാ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയത്? ഞാൻ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല എന്ന് പറയണം. അപ്പോഴേക്കും ഗ്രേസമ്മ പറഞ്ഞു, ഞങ്ങൾക്കിത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ വിഷമമായിരുന്നു, നീ ഞങ്ങളെ വിട്ടിട്ട് അങ്ങോട്ടേക്ക് പോകുമെന്ന്. ഇപ്പം ഞങ്ങളുടെ മനസ്സിൽ ആ പേടി മാറിയെന്ന് പറയണം. രേവതിക്കുട്ടി പറഞ്ഞു, ഇല്ല ഞാൻ പോവില്ല എന്ന് പറയണം. എനിക്ക് നിങ്ങൾ മാത്രം മതി. ഇതായി എൻ്റെ വീട്. ഈ വീട് ഉപേക്ഷിച്ച് എനിക്ക് പോകാൻ പറ്റുമോ ആൻറ്റി? അങ്ങളെയും വിട്ടിട്ട് ഒരിടത്തേക്ക് ഞാനില്ല. അത് കേട്ടപ്പം ഗ്രേസം പറഞ്ഞു, ഇപ്പോഴാ ശരിക്കും പറഞ്ഞാലൊന്ന് ശ്വാസം നേരെ വീണേ. ഒരു പക്ഷെ നിന്നോട് ഈ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചാലും എന്നെങ്കിലും ഒരിക്കലും നീ ഈ കാര്യങ്ങളൊക്കെ അറിയുമല്ലോ, അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. രേവതിക്കുട്ടി പറഞ്ഞു, എന്തിനാ ഇപ്പം അവരെന്നെ അന്വേഷിച്ച് വന്നത്? ഇപ്പോഴവർക്ക് എന്നെ കാണണമെന്നൊക്കെ തോന്നുന്നുണ്ടല്ലോ. അത് പിന്നെ നിന്റെ അച്ഛൻ മരിക്കാറായി കിടക്കുന്ന സമയത്താണ് അച്ഛൻ ഇങ്ങനെ ഒരു ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന മോളെക്കുറിച്ച്. ഇനിയിപ്പം അധികം നാളൊന്നും അയാൾ ജീവനോടെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല മോളെ എന്നൊക്കെ പറയണം. പിന്നെ അയാളുടെ അവസാനത്തെ ആഗ്രഹം, മരിക്കാൻ ഒരുങ്ങുന്ന ഒരാളുടെ ആഗ്രഹമല്ലേ, അത് സാധിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ പോലും നമ്മളോട് പൊറുക്കുമെന്ന് ചോദിച്ചു. രേവതിക്കുട്ടി പറഞ്ഞു, ഒന്നും വേണ്ടിയിരുന്നില്ല ആൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി വിങ്ങി വിങ്ങി കരയുവാണ്. ഗ്രേസമ്മ രേവതിക്കുട്ടിയെ സമാധാനിപ്പിക്കുകയാണ്. ഇതേ സമയത്ത് ബബിതയെയും രോഹിത്തിനെയും കൂടെ രാജീവൻ വിളിപ്പിച്ച് അവരോട് സംസാരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോകാൻ റെഡിയായിക്കോളാൻ പറഞ്ഞു. അത് കേട്ടപ്പം ബബിതയ്ക്കൊരു സമാധാനമായി. എങ്ങനെയെങ്കിലും ഈ ഹരിശങ്കറിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടാലോ, ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം സേഫ് അല്ല, ഡേഞ്ചറാന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോഴേക്കും രോഹിത് ചോദിച്ചു, ഇതെന്താ അങ്ങളെ പെട്ടെന്ന്, എത്ര നാൾ വേണം ഞങ്ങളോട് ഇവിടെ നിന്നോളാൻ പറഞ്ഞിട്ട്? കാര്യമൊക്കെ കാര്യം തന്നെയാ. അപ്പോഴേക്കും കമല അങ്ങോട്ട് വന്നു. കമല വന്നിട്ട് ചോദിച്ചു, അല്ല ഇപ്പോഴെന്തിനാ ഇപ്പോഴങ്ങോട്ടേക്ക് ഇവരെ കൊണ്ടുപോയി വിടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു. അതെ കമലയെടുത്തി, ഇവരെ കൊണ്ടുപോയി വിടുന്നതിൻ്റെ പിന്നിൽ വ്യക്തമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാര്യമില്ല ഞാൻ അങ്ങനെ പറയുമെന്ന് തോന്നുന്നുണ്ടോ? കാര്യം എന്ത്? അല്ല ഇനിയിപ്പോൾ വൈജ അധികം വൈകാതെ ഹോസ്പിറ്റലിൽ നിന്ന് വരും. വൈജയും ബാലചന്ദ്രനെ തമ്മിൽ ഒന്നിപ്പിക്കണ്ടേ? അവരെ ഒന്നിപ്പിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം കുട്ടികളാണ്. ഇവരിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല, ഇവരങ്ങോട്ടേക്ക് പോട്ടെ. അത് കേട്ടപ്പം രോഹിത് പറഞ്ഞു, ഞാൻ ആ വീട്ടിലേക്ക് പോകത്തില്ല. ആ അലീന എന്ന് പറയുന്ന അവളുള്ളിടത്തോളം കാലം ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല എന്ന് പറഞ്ഞു. രാജീവും പറഞ്ഞു, പോവാതിരുന്നിട്ട് കാര്യമില്ല, നിന്റെ അച്ഛൻ്റെ മോളാണ് അവൾ ഇനി ഒരിക്കലും അവിടെ നിന്ന് പോകാൻ പോകുന്നില്ല. അപ്പം നീയല്ല എല്ലാ കാലത്തും ഇവിടെ തന്നെ നിൽക്കുമോ? ശിവേട്ടനും അതുപോലെ തന്നെ കമലടത്തിയൊക്കെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ അങ്ങനെ അധിക കാലം നോക്കാനൊന്നും പറ്റില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ നിങ്ങൾ ഇവിടെ ആര് നോക്കും? അപ്പം രോഹിത് പറഞ്ഞു, ഞങ്ങളെ ആരും നോക്കുമെന്നും വേണ്ട, നോക്കാതെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആരും നോക്കും? നിനക്ക് വെച്ച് വിളമ്പേ തരണ്ടേ? നിങ്ങളുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് അയൺ ചെയ്യണ്ടേ? ബബിതയോടും പറഞ്ഞു, ഈ പറയുന്ന നെയ്യും ഒരു ജോലി പോലും ഇവിടെ ചെയ്യാറില്ലല്ലോ, അപ്പം പിന്നെ ഇവിടെ നിൽക്കുന്നോണ്ടൊന്നും ഒരു കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകാൻ നോക്കിയോ. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അലീന നല്ല ഭംഗിക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കും.
അല്ലെങ്കിലും ഇത്രയും ദിവസം അലീനയല്ലേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയെന്ന് ചോദിച്ചു. ബബിത പറഞ്ഞു അതേന്ന് പറയണം. നിന്നെയൊക്കെ ഏതെങ്കിലും കാര്യത്തിൽ അവൾ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ എന്തിനാ അങ്ങോട്ടേക്ക് പോകാൻ ബുദ്ധിമുട്ടുന്നേ? ഞങ്ങൾ നിങ്ങളെ കൊണ്ടേയാക്കാം. തനിച്ച് പോകാനായിട്ടൊരു ബുദ്ധിമുട്ടാണെന്നറിയാം. ഒരു നാണക്കേട് കാണുമായിരിക്കും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾ പോവാനായിട്ട് റെഡി ആയിക്കോളാൻ പറഞ്ഞു. രോഹിത് പറഞ്ഞു അങ്കിളെ നാണം കെട്ടി ചെന്ന് കയറാന്ന് പറഞ്ഞാൽ എടാ നാണം കെട്ടി ചെന്ന് കയറാനായിട്ട് ഇത് കണ്ടവൻ്റെ വീടൊന്നുമല്ല, നിന്റെ വീടാ. നിന്റെ അച്ഛൻ പണിത വീടല്ലേ? നിന്റെ അച്ഛൻ നിന്നെ അവിടെ നിന്ന് തല്ലിയിറക്കി വിട്ടാണോ? അല്ല, സ്വന്തം ഇഷ്ടപ്രകാരം നീ ഇറങ്ങി പോന്നല്ലേ. പിന്നെ നിന്റെ അച്ഛൻ നിന്നെ ഇങ്ങോട്ട് വിളിക്കാൻ വരേണ്ട കാര്യമുണ്ടോ? നീ അങ്ങോട്ടേക്ക് ചെന്ന് കയറുക ചെയ്യണ്ടേ. ഇത്രയ്ക്ക് വലിയ അഹങ്കാരം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്കൊക്കെ ഇനി തുടർന്ന് പഠിക്കണം. പഠിക്കാൻ നീയൊക്കെ എവിടുന്ന് പൈസ ഉണ്ടാക്കും? വല്ല ജോലിക്കും പോവോ? ഭാവിയിലേക്ക് നീയൊക്കെ എങ്ങനെ ജീവിക്കും? ഇവിടെ നിന്നെയൊക്കെ ഇവർ നോക്കും തോന്നുന്നുണ്ടോ? ഇല്ല. കുറച്ച് കഴിയുമ്പോഴത്തേനും ഇവരും മടുക്കും. സ്വന്തം അച്ഛനും അമ്മയുള്ളപ്പോൾ എന്താണ് ഇവിടെ ഒന്നിക്കേണ്ട കാര്യമില്ല. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു അതിന് അമ്മ വരുമ്പം അമ്മയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അതും കൂടെ അറിഞ്ഞിട്ട്. അതെ, നിന്റെ അമ്മയ്ക്കിപ്പം എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല. അമ്മയ്ക്ക് തന്നെ ഒരു ആശ്രയം വേണം. ആ സമയത്ത് നിന്റെ അമ്മയൊക്കെ എങ്ങനെയാണ് നിന്റെ കാര്യങ്ങൾ നോക്കുന്നേ? നിന്റെ തുണിയൊക്കെ വാഷ് ചെയ്ത് തരുമോ? അതിന് ജോലിക്കാരിയെ നിർത്തിയാൽ പോരെ? ജോലിക്കാരിയെ നിർത്തണ പോലും ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും എളുപ്പമല്ല രോഹി. വേറെ വാടകയ്ക്ക് വീടെടുക്കാന്ന് വെച്ചാൽ അത് ചടങ്ങാ. പിന്നെ ഒരു ജോലിക്കാരി വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മയെ നോക്കാനായിട്ട് അവർക്ക് സമയമുള്ളൂ, അല്ലാതെ നിന്റെ ഒന്നും കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല. അതൊക്കെ നീയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാനായിട്ട്. നീയൊന്നും കുഞ്ഞുവച്ചൊന്നും അല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ദേഷ്യപ്പെട്ടു. ഒടുവിൽ അങ്ങനെ പോകാൻ സമ്മതിക്കണം. അപ്പോൾ ബബിത പറഞ്ഞു എനിക്ക് പോകാൻ സമ്മതമെന്ന് പറഞ്ഞു. ബബിതയ്ക്ക് എങ്ങനെയാലും ഒന്ന് പോയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും രോഹിത് ബാഗൊക്കെ പായ്ക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഹരിശങ്കർ വെച്ച് ഇത് എന്താടാന്ന് ചോദിക്കണം. അപ്പം കാര്യം പറയണേ. പോകുവാണോ? ഇതെന്താ പെട്ടെന്ന്? എന്ത് ചെയ്യാനാ? രാജീവങ്ങളും ശിവനങ്ങളും ഒക്കെ പറയുന്നത് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി വിടണമെന്നാ. അവർക്കാർക്കും ബാധ്യത ഏറ്റെടുക്കാൻ പറ്റില്ല പോലും. എടാ നാണം കെട്ട് അങ്ങോട്ട് കയറി ചെല്ലണ്ടേ? അതെ, അത് ഓർക്കുമ്പോഴേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. ഇതേ സമയം ബബിത മുറിയിലേക്ക് വന്നു. ബബിതയുടെ സാധനങ്ങളൊക്കെ ബാഗിനകത്ത് എടുത്തു വെച്ചു. ബബിതയ്ക്കൊരു ചെറിയൊരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഹരിശങ്കറിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് കൊടുക്കണ്ടല്ലോ. അലിയൻ ഇതിനേക്കാളും 100 ഭേദം അലിയനെ തന്നെയാണെന്ന് അവൾക്ക് തോന്നി. അവിടെ ചെല്ലുവാണെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ സമാധാനത്തോടുകൂടി ബാഗൊക്കെ അടിക്കൊണ്ട് അങ്ങോട്ട് വരുമ്പോഴത്തേനുമാണ് ഹരിശങ്കർ അവിടെ നിൽക്കുന്നാണ്ടേ. ഹരിശങ്കർ ചോദിച്ചു നീ ഇവിടെ നിന്ന് പോകുമല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബബിത പറഞ്ഞു അതെ ഞാൻ പോകുക. എന്താ ഹരിയേട്ടന് ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിച്ചു. എടി നീ രക്ഷപ്പെട്ടെന്നാണോ കരുതുന്നത്? നീ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ലടി. ആ ഫോണും സിമ്മും കളഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ അതിൻ്റെ വേറെ കോപ്പി ഇല്ലെന്ന് നീ വിചാരിച്ചോ? ആ വീഡിയോയുടെ എടി അതൊക്കെ എനിക്ക് ഇനി വാട്സപ്പിൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് റീസ്റ്റാർട്ട് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. അതിനുള്ള പരിപാടികളൊക്കെ ഇപ്പോൾ ഉണ്ടറി. ആ വീഡിയോസൊക്കെ എൻ്റെ ഇതേ ഈ ഫോണിനകത്ത് ഇനി കിട്ടുമെന്നൊക്കെ പറയണം. അത് കേട്ട ബബിതയൊന്നും ഞെട്ടി. നിനക്കതുകൊണ്ട് എൻ്റെ പേരിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നീ എത്ര ഏത് ദൂരേക്ക് പോയെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങോട്ടേക്ക് വരൂടി. ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. അത് കേട്ടപ്പോൾ ബബിത പറഞ്ഞു അങ്ങനെയാണ് ചുണയുണ്ടെ അങ്ങോട്ടേക്ക് വാ, കടപ്പാട്ട് വീട്ടിലേക്ക് വാ. അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെ വിവരം അറിയും എന്ന് പറയണം. അല്ലെങ്കിൽ തന്നെ ഹരിയേട്ടനെ അവിടെയുള്ള അച്ഛനും ഒന്നും ആർക്കും കാണത്തില്ല. അവിടെ വന്നിട്ട് തരികട പരിപാടി ഒപ്പിക്കാൻ നിന്നിട്ടുണ്ടെ അറിയാലോ. ഹരിയേട്ടൻ ഇത് വെച്ച് എന്നെ മുതലാക്കാൻ ഒഴുങ്ങുവാണെങ്കിൽ ഞാനും വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. ബബിത അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ബബിത ഭാഗം തൂക്കി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഹരിശങ്കറിന് നല്ല ദേഷ്യമായി. നിനക്കിട്ടുള്ള പണി ഞാൻ തരാടി എന്നൊക്കെ ഇങ്ങനെ ഹരിശങ്കർ പറയാണ്. അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ട് രാജീവനും ശിവശങ്കരനും കൂടെ കടപ്പാട്ട് വീട്ടിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് അലീനയാണ് വന്ന് കഥ തുറക്കുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീനയും നോക്കി. ആ സമയം ശിവശങ്കരൻ ചോദിച്ചു അല്ല അച്ഛനില്ലേ അവളെന്ന് ചോദിക്കുക. അച്ഛനുണ്ടെന്ന് പറയണം. അപ്പം അലീനയുടെ ഉള്ള അവരുടെ സമീപനമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രോഹിത്തും ബബിതയൊക്കെ പരസ്പരം നോക്കണം. അവർക്ക് എന്ത് ചെയ്യണം നിർത്തില്ല. വല്ലാത്തൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അലീന പോയി ബാലേന്ദ്രനെ വിളിക്കുകയാണ്. ബാലേന്ദ്രനും കൂടെ ഇറങ്ങി വന്നു. രാജീവനെ ശിവശങ്കരനെ കണ്ടു. കൂടെ ബബിതയും രോഹിത്തിനെയും കൂടെ കണ്ടു. ആ സമയം ബാലേന്ദ്രൻ ചോദിച്ചു എന്താ എല്ലാവരും കൂടെ എന്ന് ചോദിക്കണം. അതെ ഇവരെ ഇവിടെ കൊണ്ടേ ആക്കാൻ വന്നോ? ഓഹോ ആക്കാൻ വന്നാണോ? അല്ല എന്തോ സുഖവാസത്തിനാന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയതാണല്ലോ. ഇനി ഈ വീട്ടിൽ നിൽക്കുന്നില്ല, ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണല്ലോ. എന്ത് പറ്റി ഇപ്പം? പട്ടി ചന്തയ്ക്ക് പോകുന്ന പോലെ തിരിച്ചു വന്നല്ലോ എന്ന് പറയാണ്. അത് കേട്ടപ്പോൾ രോഹിത്തിന് ആകെപ്പാടെ സങ്കടവും ദേഷ്യം. തല ഉയർത്തുന്ന പോലുമില്ല. എന്താടാ നിന്റെ വായിക്കകത്ത് നാക്കിറങ്ങിപ്പോയോ? ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ. എന്തൊക്കെയോ വെല്ലുവിളിച്ചിട്ട് പോയതാണല്ലോ എന്ന് ചോദിച്ചു. പിന്നീട് ബബിതയോട് ചോദിച്ചു നീയോടി എന്ത് പറ്റി ഇപ്പം നിങ്ങൾ കൂടും കുടുക്കി എടുത്തോണ്ട് ഇങ്ങോട്ട് പോരാനായിട്ട്? ഇവിടുത്തെ സുഖ സൗകര്യമൊന്നും അവിടെ കിട്ടിയില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു അവിടെ സുഖവും സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പിന്നെ എന്തിനാ അമ്മാമ്മയുടെ അടുത്ത് നിന്നാൽ പോരായിരുന്നോ? ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ?
അവിടെയാണ് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ആൾക്കാരുണ്ടല്ലോ. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, ദേ ബാലേന്ദ്ര, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. നിന്റെ മക്കളല്ലേ. ഓ, എൻ്റെ മക്കളാന്ന് ഇപ്പോഴാണോ ശിവേണ്ണന് മനസ്സിലാവുന്നേ? ഇവിടുന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയപ്പോൾ ആ കാര്യം ഓർത്തില്ലേന്ന് ചോദിച്ചു. രാജീവൻ പറഞ്ഞ്, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പം ഇവരെ അവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റില്ല. ശിവേട്ടനാണെങ്കിലും പോവും, ഞാനാണെങ്കിലും പോവും. ഇവരെ നോക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ? ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ. ഓ, അപ്പം അങ്ങനെ. അപ്പം ബാധ്യത ആർക്കും ഏറ്റെടുക്കാൻ പറ്റില്ലല്ലേ? പിന്നീട് രോഹിത്തിനോട് പറഞ്ഞു, എടാ, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴത്തേ ആ മെടുക്കും തൻ്റെ ഇടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു നിനക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടെന്ന്. അതുപോലെ വെല്ലുവിളിച്ചിട്ട് ഇറങ്ങിപ്പോയത്. ഇപ്പം മനസ്സിലായോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നല്ലവണ്ണം തന്നെ എടുത്തിട്ട് കുടയുന്നുണ്ട് അവനെ, രോഹിത്തിനും ഭവിതയ്ക്കും തലയുയർത്താൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.